കള്ളപ്രചരണങ്ങൾ നടത്തി ഇന്ത്യയെ തളർത്താമെന്ന് കരുതിയ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുകയാണ് ട്രൂഡോ. ഇന്ത്യയെ വെട്ടിമുറിച്ച് ഖലിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യം വേണമെന്ന് വാദിക്കുന്ന ഖലിസ്ഥാൻ വാദികൾക്ക് പൂർണ്ണ സംരക്ഷണം കാനഡയുടെ മണ്ണിൽ നൽകുകയും കാനഡയിൽ ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഖലിസ്ഥാൻ ഭീകരൻ നിജാർ കൊല ചെയ്യപ്പെട്ടതിന് പിന്നിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഏജന്റുകളാണെന്ന് വരെ കുറ്റപ്പെടുത്തുകയും ചെയ്ത ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ചെയ്ത തെറ്റിനുള്ള ഫലം കിട്ടിയിരിക്കുന്നു. അങ്ങനെ മോദി ഉയർത്തിപ്പിടിച്ച സത്യസന്ധത ജയിച്ചിരിക്കുന്നു എന്നും പറയാം. ഏറെക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി പദത്തിൽ നിന്നാണ് ട്രൂഡോ പുറത്തുപോയിരിക്കുന്നത്. പ്രധാനമന്ത്രി പദം മാത്രമല്ല, തന്റെ ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും ട്രൂഡോ രാജിവെച്ചു. കാരണം സ്വന്തം പാർട്ടിയിലും ട്രൂഡോയ്ക്ക് പിന്തുണ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. കാനഡയുടെ മണ്ണിൽ ഹർദീപ് സിംഗ് നിജാർ എന്ന ഖലിസ്ഥാൻ ഭീകരനെ വധിക്കാൻ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ വരെ കൂട്ടുനിന്നു എന്ന ട്രൂഡോയുടെ ആരോപണത്തിനെതിരെ ഇന്ത്യ തെളിവുകൾ നിരത്തിയിരുന്നു. മാത്രമല്ല, കനേഡയിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തു. ട്രൂഡോയുടെ ഈ ആരോപണം കാനഡയിലെ ഒരു വിഭാഗം ഖലിസ്ഥാൻവാദികളെ തൃപ്തിപ്പെടുത്താനാണെന്നും പ്രധാനമന്ത്രി മോദി പറയുന്നു. ഇന്ത്യക്കെതിരായ ആരോപണം തെളിയിക്കാനുള്ള രേഖകൾ ഹാജരാക്കാൻ ട്രൂഡോയ്ക്ക് കഴിയാതിരുന്നത് അന്താരാഷ്ട്ര വേദികളിൽ ട്രൂഡോയോടുള്ള ബഹുമാനം നഷ്ടപ്പെടുത്തിയിരുന്നു. പല രാഷ്ട്ര തലവന്മാരും ട്രൂഡോയെ സംശയിക്കുവാനും തുടങ്ങി. ഇക്കാര്യം അന്താരാഷ്ട്ര വേദികൾ ഉയർത്താൻ മോദി സർക്കാർ കിട്ടാവുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതും ട്രൂഡോയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. കാനഡയിലെ സാമ്പത്തിക പ്രതിസന്ധി, ഹൗസിംഗ് രംഗത്തെ പ്രതിസന്ധി, കത്തുന്ന ദേശീയ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇന്ത്യക്കെതിരെ ട്രൂഡോ ആക്രമണം നടത്തിയതെന്നും കാനഡയിലെ പ്രതിപക്ഷ പാർട്ടികളും ട്രൂഡോയുടെ ലിബറൽ പാർട്ടിയിലെ അംഗങ്ങളും വിശ്വസിച്ചിരുന്നു. അവരെ വിശ്വാസത്തിലെടുക്കുന്നതിൽ മോദി വിജയിക്കുകയും ചെയ്തു. ട്രൂഡോ പുറത്തു പോകുന്നതോടെ ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് കരുതാം. പുതിയ കനേഡിയൻ സർക്കാരുമായി നല്ല ബന്ധം പുലർത്തി മോദി കാനഡയിലെ പുതിയ അവസരം പ്രയോജനപ്പെടുത്തിയേക്കാം. ജസ്റ്റിൻ ട്രൂഡോയുടെ പിന്നിൽ ഉറച്ചു നിന്നിരുന്ന ഖലിസ്ഥാനികൾക്ക് പിന്തുണ നൽകുന്ന കാനഡയിലെ സിഖുകാരുടെ രാഷ്ട്രീയ പാർട്ടിയായ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും ഏറ്റവും ഒടുവിൽ ട്രൂഡോയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. 2024 തുടക്കത്തിൽ തന്നെ ജഗ്ദീപ് സിംഗിന്റെ NDP ജസ്റ്റിൻ ട്രൂഡോയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു. ഇതോടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെങ്കിലും അവിശ്വാസ പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെടാത്തതിനാൽ ട്രൂഡോ ഭരണത്തിൽ തുടരുകയായിരുന്നു. 2025 ജനുവരി 27 കാനഡയിൽ സഭ ചേരുമ്പോൾ ട്രൂഡോയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറെടുക്കുകയായിരുന്നു. എന്തായാലും ആ അവിശ്വാസ പ്രമേയം പാസായി മുഖം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതോടെ ട്രൂഡോ രാജിവെച്ചിരിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.